നമ്മൾ ഇന്ന് കൊച്ചി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കൊച്ചി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകണമെങ്കിൽ നമ്മൾ താണ്ട ആദ്യം ഇവിടെ വരണം. ഇവിടെ എന്തിനാണ് വരുന്നത്? ഇവിടെ ട്രെയിൻ കയറാനാണ് വരുന്നത്. ഇവിടെ ട്രെയിൻ കയറാനല്ലാതെ വേറെ ഒരാവശ്യത്തിനും വരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ കയറി എനിക്ക് സീറ്റ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാനൊരു വീഡിയോയ്ക്ക് പോസൊക്കെ ചെയ്തു. ഇവരോട് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര ചാട. അപ്പോൾ ഞാൻ കരുതി ഇവരുടെ വീഡിയോ എടുക്കണ്ട, നമുക്ക് വീഡിയോ എടുക്കാൻ സൈഡിൽ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്. അങ്ങനെ എൻ്റെ സ്കില്ലൊക്കെ കാണിക്കാൻ വേണ്ടി ഞാൻ ചരിച്ചൊക്കെ വീഡിയോ എടുത്ത്. ഈ വീഡിയോസൊക്കെ അടിപൊളിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ നമ്മൾ എവിടെ എത്തി? നമ്മൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്കാണെങ്കിൽ ട്രെയിനകത്ത് ഇരുന്നപ്പോൾ തന്നെ ഭയങ്കര വിശപ്പായിരുന്നു. എനിക്കാണെങ്കിൽ ഇച്ചിരി കൂടുതൽ വിശപ്പ്. ഏതെങ്കിലും ഒരു കടയിൽ കയറി കഴിച്ചാൽ മതിയെന്നായിരുന്നു. പക്ഷേ എനിക്ക് മസാല ദോശ തന്നെ വേണമായിരുന്നു. ഞാൻ പൊറോട്ട കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരത്തെ വന്നപ്പം ഒരു കടയിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മസാല ദോശ എന്ന് പറഞ്ഞാൽ അടിപൊളി. ആ കടയിൽ കയറാൻ വേണ്ടി നോക്കിയപ്പോൾ ദാണ്ടടാ ആ കട അടച്ചിട്ടേക്കുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ഒരു ഹോട്ടലിൽ കയറി. അവിടെ ചെന്ന് ഫുഡ് ഓർഡർ ചെയ്ത് മേടിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് അവർ പറയുന്ന മസാല ദോശക്കുള്ള മസാല തീർന്നു. അവസാനം നമ്മൾ പൊറോട്ട തന്നെ കഴിക്കേണ്ടി വന്നു. ഇനി നമ്മൾ വന്ന കാര്യം മറക്കരുതല്ലോ. നമ്മൾ ആദ്യം തന്നെ പോയത് ബ്രോഡ്വേയിലാണ്. ബ്രോഡ്വേയിൽ കുറച്ച് കടയിലൊക്കെ കയറി. പിന്നെ നമ്മൾ മറൈൻ ഡ്രൈവ് ഒക്കെ തെണ്ടി തിരിഞ്ഞ് നമ്മൾ പിന്നെ പോയത് എവിടെയാണ്? ലുലു മാളിൽ. ഈ ഒരു സെക്ഷൻ കണ്ടപ്പോൾ തന്നെ എവിടെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇവിടുത്തെ ഗെയിംസ് എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ്. പക്ഷെ ഞാനാണെങ്കിൽ ഗെയിമൊന്നും കളിച്ചില്ല കേട്ടോ. ഞാൻ ആ ഗെയിം കളിച്ചിട്ട് ഞാനെങ്ങാനും ജയിച്ചു പോയി കഴിഞ്ഞാലേ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന കുഞ്ഞു പിള്ളേരാ. അവരെ തോപ്പിക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ലടാ. പിന്നെ ഇവന്റെ സ്കില്ലൊക്കെ കാണിച്ച് ഇവന് ഫസ്റ്റ് ഒക്കെ കിട്ടി കേട്ടോ റേസിന്. ഞാൻ ചുമ്മാ പറഞ്ഞാണ്, എനിക്ക് ഓടിക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനകത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്നത്. രണ്ടടാ ഇവൻ കണ്ണ് കെട്ടിക്കൊണ്ടൊക്കെ റേസ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണെന്ന് ഞാൻ അവിടെ നിന്ന് ആലോചിക്കുക. ഇവക്കാണെങ്കിൽ ബൈക്ക് മതിയായിരുന്നു. ഇവൾ അടിപൊളിയായിട്ട് ബൈക്കൊക്കെ ഓടിച്ച് റൈഡറൊക്കെ ആയി. ഇവൻ ഈ കാറും അടിപൊളിയായിട്ട് ഓടിച്ച്. പക്ഷേ ഈ കാർ അവൻ തവിട് പൊടിയാക്കി. പക്ഷേ അടിപൊളി സെറ്റായിട്ട് ഓടിച്ചിവൻ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് ഭയങ്കര വിശപ്പായിരുന്നു. നമ്മൾ ഒരു കടയിൽ കയറി കഴിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി.